പടിഞ്ഞാറൻ ബംഗാളിൽ നടന്ന ഒരു വൻ രാഷ്ട്രീയ ചതി കൂടി പുറത്തു വന്നിരിക്കുന്നു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ ആസൂത്രണം ചെയ്ത അരുംകൊല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ കൂട്ടക്കൊലയുടെ ഗൂഢാലോചനക്കാർ തന്നെ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നന്ദിഗ്രാം വെടിവെപ്പിന് പിന്നിൽ പോലീസോ CPIMO ആയിരുന്നില്ലെന്ന് അധികാര ആർത്തിമൂത്ത തൃണമൂൽ കോൺഗ്രസും ഇടതുവിരുദ്ധ കൊടും വിഷം പേറിയ സകലമാന വലതുപക്ഷവും രാജ്യം മുഴുവനും ഇപ്പോഴും ആഘോഷിക്കുന്ന ക്രൂരത. ഇങ്ങ് കേരളത്തിലും സകലമാന CPIM വിരുദ്ധരും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും അമാനവ മാക്രികളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉന്നയിക്കുന്ന വിഷയം. ഇതാ സാക്ഷാൽ മമതാ ബാനർജി തന്നെ പറയുന്നു. ആരാണ് വെടിവെച്ചതെന്ന് ഓർമ്മയുണ്ടോ? പോലീസിന്റെ വേഷവും കാലിൽ ഹവായി ചപ്പലും ധരിച്ച് ചിലർ എത്തിയിരുന്നു. നിങ്ങൾ മറക്കാൻ വഴിയില്ല. എനിക്കെല്ലാം അറിയാം. തീയതി വെച്ച് പറയാൻ കഴിയും. പോലീസ് വേഷം ധരിച്ചു വന്ന പലരും പിടിയിലായിരുന്നു. അന്ന് ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് ഇവർക്കറിയാം. ഞാൻ ഉറപ്പായി പറയുന്നു, അച്ഛനും മകനും അറിയാതെ നന്ദിഗ്രാമിൽ പോലീസിന് കടക്കാൻ കഴിയില്ലായിരുന്നു. ഇക്കാര്യം ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്. ഞാൻ സർക്കാരിന്റെ ചുമതലക്കാരിയായിരുന്നു. മര്യാദക്കാരിയായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ലെന്നു മാത്രം. വലതുപക്ഷം കൊട്ടിഘോഷിച്ച ഒരു കൊടും ക്രൂരതയെക്കുറിച്ച് അതേ വലതുപക്ഷം വാഴ്ത്തിപ്പാടിയ ദീദി പറയുന്നു. നന്ദിഗ്രാമിൽ നടന്നത് പോലീസ് വെടിവയ്പല്ല എന്ന്. അന്ന് 14 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ 8 പേരുടെ ശരീരത്തിൽ മാത്രമാണ് വെടിയുണ്ടകൾ ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ബോംബേറിലാണ് പരിക്ക്. മറ്റ് 5 പേർക്ക് മാരകായുധങ്ങൾ കൊണ്ടുള്ള വെട്ടേറ്റു. അപ്പോൾ ഇതിനൊന്നും ഉത്തരവാദികൾ അന്നത്തെ ഇടതുപക്ഷ സർക്കാരോ പോലീസോ അല്ല. പിന്നെ ആരാണ്? മമത പറയുന്നു, ഇന്നലെ വരെ തൃണമൂലായിരുന്ന ശുഭേന്ദു അധികാരിയും പിതാവ് ശിശിർ അധികാരിയും നടത്തിയ ഗൂഢാലോചനയെന്ന്. അവർ BJPയിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് മമത ഇപ്പോൾ ഇത് വിളിച്ചു പറയുന്നത്. മമത കൂടി അറിഞ്ഞ ഗൂഢാലോചന എന്ന് വ്യക്തം. അവർക്ക് കൂടി നിർണായക പങ്കാളിത്തമുള്ള ഗൂഢാലോചന. ഇപ്പോൾ അവർ പറയുന്നു എല്ലാം ചെയ്തത് അച്ഛനും മകനുമെന്ന്. ഒരു കുറ്റകൃത്യത്തിന് പിന്നിലെ ഗൂഢാലോചന അറിഞ്ഞിട്ടും പറയാതിരിക്കുന്നത് തുല്യ പങ്കാളിത്തമാണ്. അവരാണ് കഴിഞ്ഞ 10 കൊല്ലമായി ബംഗാൾ ഭരിക്കുന്നത്. സത്യം മൂടിവെച്ചിരിക്കുന്നു. ഇപ്പോൾ കാലിനടിയിലെ മണ്ണ് അപ്പാടെ ഒലിച്ചു പോകുമ്പോൾ നിലവിളിക്കുന്നു. ഇനി ആരോപണ വിധേയരായ അധികാരികൾ പറയുന്നത് നോക്കൂ. മമതയാണ് എല്ലാം ചെയ്തത്. അവർ ദേശീയ ബന്ധം ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തത്. അവർ അധികാരത്തിലെത്തിയപ്പോൾ കുറ്റക്കാരെ ഉന്നത സ്ഥാനത്തിരുത്തി. ദേശീയ ബന്ധം എന്ന് പറയുമ്പോൾ കോൺഗ്രസും BJPയും എല്ലാം പെടും. മാവോയിസ്റ്റുകൾ, തീവ്ര വർഗീയ സംഘടനകൾ എല്ലാറ്റിനെയും ഉപയോഗിച്ചു. ഇതിന്റെ സത്യാവസ്ഥയാണ് യഥാർത്ഥ കുറ്റവാളികൾ പരസ്പരം ആരോപിക്കുന്നത്. ഇവർ 2 കൂട്ടരും മാത്രമല്ല, എല്ലാ വിരുദ്ധ ശക്തികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് തെളിഞ്ഞിരിക്കുന്നത്. 1957 വിമോചന സമരകാലത്തെ വെടിവയ്പ് മുതൽ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നതും സമാന സംഭവ വികാസങ്ങളാണ്. കീഴാറ്റൂർ സമരം, ദേശീയപാത ഗെയിൽ പൈപ്പ് ലൈൻ വിരുദ്ധ സമരം തുടങ്ങി എത്രയെത്ര. ഒന്നിലും ക്ലച്ച് പിടിക്കാത്ത കണ്ടത്തിൽ പത്രം പുറത്തിറങ്ങാൻ പോകുന്നതായി പറയുന്ന ആത്മരേഖയുടെ പേരിൽ പോലും നുണ തുടങ്ങിയിട്ടുണ്ട്. നന്ദിഗ്രാം വാർത്ത ഈ പത്രത്തിൽ ഇല്ല. ഇടതു സ്ഥാനാർത്ഥിയെ പ്രചാരണ വാഹനത്തിൽ കയറി മർദ്ദിച്ച വാർത്തയില്ല. പക്ഷേ ഇടതുവിരുദ്ധ വിഷം ആവോളമുണ്ട്. ഈ മാധ്യമങ്ങളുടെ സഹായത്തോടെ എന്ത് വൃത്തികേടിനും ഇനിയും വലതുപക്ഷം കോപ്പുകൂട്ടുകയാണ് അണിയറയിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അതീവ ജാഗ്രത പുലർത്തണം. വികസനവും ക്ഷേമവുമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ജനതയ്ക്ക് ആവശ്യവും അത് മാത്രമാണ്. ബംഗാളിന്റെ പരിവർത്തന രാഷ്ട്രീയം എന്ന പേരിൽ ദേശീയ ദിനപത്രമായ ദ ഹിന്ദുവിൽ സുദീപ്ത ദത്ത എഴുതിയിരിക്കുന്നു, ബംഗാളിൽ തൃണമൂൽ ജയിച്ചാലും BJP ജയിച്ചാലും തോൽക്കുന്നത് ജനാധിപത്യമാണെന്ന്. അവിടെ 10 വർഷം മുമ്പേ ജനാധിപത്യം തകർത്തുവെന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബംഗാൾ മോഡൽ വിശാല സഖ്യം. ഇതിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ശക്തമായി രംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു, ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു.